കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ തുടർമാനമായ പഠനത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എൻ്റെ 5-ാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം എന്തുകൊണ്ടും ശ്രേഷ്ഠമേറിയ ഒരു ലേഖനം തന്നെയാണ്. നമുക്കറിയാം, വിശ്വാസത്താൽ നീതീകരണമെന്ന സത്യവേദ പുസ്തകം പഠിപ്പിക്കുമ്പോൾ വേറിട്ടൊരു ചിന്തയായി വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണമെന്ന് ശക്തമായി സമർത്ഥിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് യാക്കോബ് 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പം വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ പോകണമെന്ന് ശക്തമായി സമർത്ഥിക്കുന്ന ഒരു ലേഖനം ആണ് യാക്കോബിൻ്റെ ലേഖനം. ആത്മരക്ഷ, ദേഹരക്ഷ, പ്രാണരക്ഷ എന്നീ നിലയിൽ തൻ്റെ പഠിപ്പിക്കൽ വളരെ ശ്രദ്ധേയമാണ്. ആത്മരക്ഷ യാക്കോബ് 1:21, ദേഹരക്ഷ 2:16, പ്രാണരക്ഷ 5:20 വാക്യം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ 1-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ പിന്നെയും വരുന്നു. എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. ധനവാനെ കുറിച്ച് പറയുന്നത് എളിമയിൽ പ്രശംസിക്കാനാണ്. എളിയവനാകാനാണ് യാക്കോബ് പറയുന്നത്. എന്താ കാര്യം? ധനവാൻ പ്രശംസിക്കാൻ കാരണമുള്ള ധനത്തെക്കുറിച്ച് യാക്കോബിൻ്റെ വെളിപ്പെടുത്തൽ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ. ധനവാൻ എന്നൊരു വിഷയം നമ്മൾ പുസ്തകത്തിലൂടെ പഠിച്ചാൽ ലൂക്കോസ് 16 ധനവാനെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ സേവിക്കാതെ ജീവിച്ച് നിത്യമായ നാശത്തിലേക്ക് പോയി പതിച്ച ഒരു കഥയാണ് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം നമുക്ക് തരുന്നത്. വളരെ സമ്പത്തുള്ളവനാണ്. ആ സമ്പത്ത് അവനെ നിത്യമായ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ സമ്പത്തുള്ളവരൊക്കെ നരകത്തിലേക്ക് പോവുള്ളൂ? അങ്ങനെയില്ല. ആ സമ്പത്താണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ആ സമ്പത്താണ് നമ്മെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മെ എല്ലാ നിലയിലും മുന്നോട്ട് നയിക്കുവാൻ ഒരു ഘടകമായി തീരുന്നെങ്കിൽ അത് പാപം തന്നെയാണ്. അത് നമ്മളെ നിത്യനാശത്തിലേക്ക് എത്തിക്കും. അമിതമായ ധനസമ്പാദനം പുതിയ നിയമം പഠിക്കുമ്പോൾ അതിന് അപ്പോസ്തലന്മാരും കർത്താവും ശക്തമായി എതിർക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട വിഷയം, നിന്റെ ധനമുള്ളിടത്ത് നിന്റെ നിക്ഷേപമിരിക്കും, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നമുക്ക് കുറേ പണങ്ങളുണ്ട്, കോടികളുണ്ട്, അല്ലെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ, ആസ്തികൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ആ സമ്പാദ്യത്തിലായിരിക്കും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ചു. നിന്റെ നിക്ഷേപമുള്ളിടത്തിൻ്റെ ഹൃദയം ഇരിക്കും. അതുകൊണ്ടാണ് ഒരു പക്ഷേ സക്കായി യേശുവിനെ കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു? പകുതി തരത്തിൽ കൊടുത്തു. ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുത്തു. അപ്പോൾ പൗലോസ് പറഞ്ഞ ആ സ്റ്റേജിലേക്ക് താൻ വന്നു കാണുമെന്ന് എൻ്റെ നിഗമനമാണ്. എന്താ പൗലോസ് പറഞ്ഞത്? ഉണ്മാനും ഒടിപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. പരിമിതമായ സമ്പത്ത് നമ്മളെ ആത്മീകരായി ജീവിക്കുവാൻ സഹായിക്കും. അമിതമായ സമ്പത്ത്
അഹങ്കാരത്തിലേക്കും നിഗളത്തിലേക്കും പിന്നെന്താ ഒത്തിരി എടുത്തിയാട്ടത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് അനേകരുടെ ചരിത്രം സത്യവേദ പുസ്തകത്തിലൂടെ പഠിച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പുസ്തകത്തിലെ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. ബെൽശേസർ എന്നുള്ളൊരു രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത് എന്തെന്നാൽ, ഞാൻ ബെൽശേസർ എന്നാ പറഞ്ഞത്, സോറി, ബെൽശേസർ അല്ല, നെബൂഖദ്നേസർ രാജാവാ. നെബൂഖദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിന്നെ മനുഷ്യരുടെ ഇടയിൽ നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടി ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റിക്കും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർ കൊടുക്കുകയും ചെയ്യുന്നു. നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ഉടനെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ഇത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നൊരു ചിന്തയാണ് ഞാനെടുത്ത് വായിക്കാനിടയായത്. തൻ്റെ വാക്കുകൾ എന്താണ്? ഞാൻ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അവൻ്റെ പ്രതാപം. ഇപ്പൊ സോളമൻ എടുക്കാം. ദാവീദ് പറഞ്ഞു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. സോളമനോ, ശലോമൻ രാജാവ് പ്രതാപത്തിന്റെ അത്യുച്ചകോടിയില. തന്നിമിത്തം എന്ത് പറ്റി? അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഒരു തുടർക്കഥയായിട്ട് വെളിപ്പെട്ടതായിട്ട് സത്യവേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അവന് ജ്ഞാനം കൊടുത്തു, അറിവ് കൊടുത്തു, കഴിവ് കൊടുത്തു, കാര്യമെല്ലാം കൊടുത്തു. പക്ഷേ അവൻ്റെ സമൃദ്ധി, അവൻ്റെ സമ്പൽ സമൃദ്ധി അവനെ ജഡീക സുഖങ്ങളിലേക്കും തന്നിമിത്തം വിഗ്രഹാരാധനയിലേക്കും ആത്മീകമായ അധപ്പതനത്തിലേക്കും മൂക്കുകുത്തുവാൻ സോളമന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചു എന്ന് എൻ്റെ മാന്യ കേൾവിക്കാര് മറന്നു പോകരുത്. സത്യവേദ പുസ്തകം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ ധനവാന്മാർക്ക് സംഭവിച്ച കാര്യങ്ങളും അവരുടെ കാൽക്കുലേഷൻ, അവരുടെ കണക്കൂട്ടലുകൾ, അവരുടെ സംസാരങ്ങളും അവരുടെ മനോഭാവങ്ങളൊക്കെ ദൈവത്തെ മറന്നുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് യാക്കോബ് പറയുന്നത്, എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യനുഷ്ടക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവിതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നു. ഈ ചിന്ത ധനവാന്മാർക്കുണ്ടാകണം. നമ്മുടെ ആത്മീയ കോളത്തിൽ വചനമെടുത്ത് പ്രസംഗിച്ച് ധനാഢ്യന്മാരായി തീർന്ന ശുശ്രൂഷകന്മാർ വളരെയാണ് വളരെയാണ് വളരെയാണ്. ഞാൻ എൻ്റെ പ്രസംഗ ഭാഷ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, എങ്കിലും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഞ്ഞിക്ക് വകയില്ലാതിരുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച പല പ്രിയപ്പെട്ടവരും പാസ്റ്റർമാരായി വേദപുസ്തകമെടുത്തു, സെമിനാരിയിൽ പഠിച്ചു, വളരെ ഡിഗ്രികളൊക്കെ എടുത്തു, മാസ്റ്റർ ബിരുദങ്ങളൊക്കെ അവർ പ്രാപിച്ചു, വിദേശ യാത്രകളൊക്കെ ചെയ്തു. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ നിക്ഷേപങ്ങളുണ്ട്. അവർക്ക് പല രാജ്യങ്ങളിലും വീടുകളുണ്ട്, വലിയ വലിയ മണിമന്ദിരങ്ങളുണ്ട്, അവർക്ക് വലിയ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്, അവർക്ക് വലിയ വസ്തുവകൾ അവർ നിക്ഷേപമായിട്ട് അവർ വാങ്ങി കൂട്ടിയിട്ടിട്ടുണ്ട്. അവരെല്ലാം
ആ പിതാക്കന്മാരുടെ ദർശനത്തെ കുഴിച്ചുമൂടി ധനവാന്മാർക്ക് സാധാരണ സംഭവിക്കുന്ന ഗതികളുടെ അവസ്ഥയിലേക്ക് അവർ നിബന്ധിച്ചതായിട്ട് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനതിന് പല ഉദാഹരണങ്ങളായിട്ട് പല വ്യക്തികൾ എടുത്ത് പറയാറുണ്ട്. താറാവിൻ്റെ പുറകെ നടന്ന ഒരു കരുത്തനായ സാരഥി, ഇന്ത്യയുടെ അപ്പോസ്തലനായിരുന്ന ഒരു വ്യക്തി കോടിക്കണക്കിന് രൂപ കൈ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മീയ ദർശനങ്ങൾ നഷ്ടപ്പെട്ട് ആത്മീയ കുരുടനായി, ആത്മീയ ദരിദ്രനായി, ആത്മീയ നഗ്നനായി അവസാനം ദാരുണമായി ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടി വന്ന കഥനകഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഇത് ശക്തിയോടെ വിളിച്ചു പറയുന്നത്? ധനവാൻ എങ്ങനെയായിരിക്കണം? സൂര്യൻ ഇഷ്ടക്കാറ്റോടെ ഉദിച്ച് പുല്ലുണങ്ങി പൂവുതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നത് പോലെ ധനവാനും തൻ്റെ പ്രയത്ന ഫലങ്ങളിൽ വാടിപ്പോകുന്നുവെന്ന് അവൻ സ്വയം മനസ്സിലാക്കിക്കൊള്ളണം. അവൻ്റെ ധനം കർത്താവിൻ്റെ ഹിതപ്രകാരം അവൻ വിനിയോഗിക്കണം. സമ്പത്ത് നല്ലതാണെങ്കിലും അത് വളരെ സൂക്ഷ്മതയോടെ ദൈവഹിതപ്രകാരം, ദൈവവചന വ്യവസ്ഥ പ്രകാരം സമ്പത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ആ സമ്പത്ത് നമ്മളെ തകർത്ത് കളയും. പലർക്കും ഇഷ്ടപ്പെടത്തില്ല പറയുമ്പോൾ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സത്യം വിളിച്ചു പറയാന്നുള്ളതാണോ നമ്മുടെ ചുമതല. ആത്മീയ ഗോളത്തിൽ ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ ക്യാൻസർ രോഗത്തെക്കാളും ഭീഭത്സമാണ് ഈ ഭൗതികം, ഈ ധനസമ്പാദനം അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ളത്. ദൈവമക്കളാകുന്ന നമ്മൾ അത് ഒഴിഞ്ഞു പോകണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. നമുക്ക് സമ്പത്ത് നല്ലതാണ്. വരുന്ന സമ്പത്ത്, പ്രത്യേകിച്ച് സുവിശേഷ വേലക്കാരോട് എനിക്ക് പറയാനുള്ളത്, 1 രൂപ പോലും സുവിശേഷത്തിന് വേണ്ടി ലഭിക്കുന്നത് അത് കൂട്ടിവെക്കുവാൻ, അത് സ്വരൂപിച്ച് നമ്മുടെ തലമുറകൾക്ക് കൈമാറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. വചനം അങ്ങനെ പറയുന്നില്ല. എക്സ്പെഷ്യലി പുതിയ നിയമം. നമ്മൾ പുതിയ നിയമവിശ്വാസികളാണല്ലോ. ആ ചിന്ത മറന്നുകൊണ്ടുള്ള പോക്കാണ് ഇന്ന് പലർക്കും കാണാൻ കഴിയുന്നത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ധനത്തെക്കുറിച്ചുള്ള അപ്പോസ്തലൻ്റെ ശക്തമായ പ്രബോധനം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി തിമോഥെയോസിൻ്റെ ലേഖനത്തിലെ ഒരു പ്രസ്താവന പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെപ്പോഴും പറയുന്ന വേദഭാഗങ്ങളാണ്. പല പ്രാവശ്യം കേട്ടിട്ടും നമുക്കത് അതിൻ്റെ ആത്മീയ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ ഭാഗം വായിക്കുന്നു. തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കളിയിലും കൊടുക്കുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാനുള്ള വരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അതിലായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. കമാൻഡ് ചെയ്യുന്നു പൗലൂസ്. പൗലൂസ് തിമോഥെയോസിനോട് പറഞ്ഞതല്ലേ? അതെ, പുതിയ നിയമത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ തിമോഥെയോസുമാരോടും തന്നെ പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ നമ്മൾ വചനം പഠിക്കണം. അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം അവർക്കും അവരുടെ തലമുറകൾക്കും അതുപോലെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന പുതിയ നിയമസഭയിലെ ഏതൊരു വ്യക്തിക്കും വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെയും ഇവിടെയും എവിടെയുമുള്ള 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 1-2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം കാണാൻ കഴിയും. അവിടെയും ഇവിടെയും എവിടെയുമുള്ള കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവിൽ വിരചിതമായ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യമാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്.
ആമേൻ, സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ട് ആ ഭാഗത്തുനിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. പിന്നെ അടുത്ത് പറയുന്നത് 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ, ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങൾ, പരീക്ഷകൾ, അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ സഹിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? യാക്കോബ് 1:3 അങ്ങ് വായിക്കുക. പുറകോട്ട് ഞാൻ വരിക. നിങ്ങളുടെ വിശ്വാസത്തിലെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. സ്ഥിരത, പേഷ്യൻസ്, ദീർഘക്ഷമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പരിശോധനകൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച് ദീർഘക്ഷമയോടെ പേഷ്യൻസ്, സ്ഥിരത നമുക്ക് ലഭിക്കാനിടയായിത്തീർന്നു. അത് ഏറ്റവും വലിയൊരു ആത്മീയ അനുഭവമാണ്, ഏറ്റവും വലിയൊരു ആത്മീയ ക്വാളിറ്റിയാണത്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഇല്ലാത്തൊരു വിഷയമാണത്. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും കഷ്ടതകളും ഒരു ഘോഷയാത്രയായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പണിയപ്പെടുകയാണ് സഹോദരങ്ങളെ. നമ്മൾ രൂപാന്തരത്തിലേക്ക് നടത്തപ്പെടുകയാണ്. നമ്മൾ വിശുദ്ധിയുടെ പാന്താവിലേക്ക് നടന്ന് മുൻപോട്ട് പോവുകയാണ്. നമ്മൾ വേർപാടിലേക്കും വിശുദ്ധിയിലേക്കും വരികയാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയാണ്. നമ്മളിലുള്ള ആത്മീകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുകയാണ്. ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ടതാണല്ലോ ദീർഘക്ഷമ. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വഴിക്ക് വിരുദ്ധമായി യാതൊരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ ഈ ദീർഘക്ഷമ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? പരീക്ഷകൾ സഹിച്ച് ജീവിക്കുന്നതിലൂടെ ദീർഘക്ഷമയുള്ള കരുത്താർജിച്ച ഒരു ആത്മീക വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമ്മൾ തീരുകയാണ്. അപ്പോൾ പരീക്ഷകളിലൂടെ കടന്നുപോയില്ലെങ്കിലോ? അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്താ? ആ പരീക്ഷയുടെ സമയം കഴിഞ്ഞപ്പോഴാണല്ലോ ദൈവം അവനെ എന്ത് ചെയ്തത്? ദൈവം അവനുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചത്. വ്യക്തിപരമായി ദൈവവും അബ്രഹാമായിട്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കപ്പെടാനിടയായി. അത് മുഖാന്തരം അബ്രഹാമിന് കിട്ടിയ പേരാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഇതൊരു വിലപ്പെട്ട അനുഭവമല്ലേ പ്രിയമുള്ളവരെ? ഇന്ന് ദൈവദാസന്മാരെന്ന് പറയുമ്പോൾ ക്രൂശിൻ്റെ ശത്രുക്കളായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതനായ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിൽ അബ്രഹാമിനെ അല്ലേ? ആ ക്വാളിറ്റി അവൻ എങ്ങനെ കിട്ടി? പരീക്ഷകളിലൂടെ കടന്നുപോയി വിജയം വരിച്ചു. വിജയശ്രീ ലാളിതനായ അബ്രഹാമിന് ദൈവം കൊടുത്ത പേരാണ് എൻ്റെ സ്നേഹിതൻ. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം. സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ നേരത്ത് അബ്രഹാമിനോട് പറയാതെ ദൈവം ചെയ്തില്ല. അബ്രഹാം വാദിച്ചു. 50 പേരുണ്ടെങ്കിൽ 45 പേരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവസാനം ചെറിയ സംഖ്യയിലേക്ക് വരെ വരാനിടയായി. ദൈവമക്കളെ, ഇത് നമ്മൾ ഒരു ഗുണപാഠമായിട്ട് നമ്മൾ എടുക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. ഞാൻ വേഗത്തിലും പോട്ട് വരട്ടെ. അടുത്ത് അതിൻ്റെ 13-ാം വാക്യം പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത്. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. ഒരു ഭയങ്കര സബ്ജക്റ്റാണ് ഇത് കേട്ടോ. നിങ്ങളിത് കേട്ടതിൻ്റെ കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക. എൻ്റെ വചന പഠനം എന്നുള്ളത് ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് എൻ്റെ പ്രസംഗം. അതാ പൗലോസ് പറഞ്ഞത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഈ പരീക്ഷ എങ്ങനെ ഉണ്ടാകുന്നു? മോഹങ്ങൾ, സ്വന്തം മോഹങ്ങൾ. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഈ റോമാലേഖനത്തിലെ ഒരു പ്രയോഗം
എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വരിക. അതിൻ്റെ 1-ാം അധ്യായത്തിൽ ഞാൻ മുമ്പ് വളരെ ശക്തമായ മെസ്സേജായിട്ട് അത് നിങ്ങളെ ഗ്രഹിപ്പിച്ചു എന്നാണ് എൻ്റെ ചിന്ത. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ. 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ, തങ്ങളുടെ ഇമാജിനേഷൻ, സ്വന്തം നിരൂപണം, സ്വന്തം ചിന്ത, സ്വന്തം കാഴ്ചപ്പാട്, സ്വന്തം താല്പര്യം, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എടുത്തു ചാടുന്ന അവസ്ഥയാണ്. തങ്ങളുടെ നിരൂപണങ്ങളിൽ, അവരുടെ നിരൂപണം. നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി നിരൂപണങ്ങൾ ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ചിന്തകൾ ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി വിചാരങ്ങൾ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഒത്തിരി കണക്കൂട്ടലുകൾ ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ തകർന്ന് തരിപ്പണമാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് പറയുന്നത് ദൈവ ഇഷ്ടം തിരിച്ചറിയണം. സൗരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് രണ്ടുപേരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവഹിതം തിരിച്ചറിയണം സഹോദരങ്ങളെ. പെന്തക്കോസ്ത് സമൂഹമേ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും മുൻപോട്ട് പോകണം. ദൈവത്തിൻ്റെ ഹിതം വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ എസ്പെഷ്യലി കർത്താവും അപ്പോസ്തലന്മാരും ദൈവഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ആ റൂട്ട് മാപ്പ് നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ആരും അത് വായിച്ച് പഠിക്കുന്നില്ല, ആരും അത് ഗ്രഹിക്കുന്നില്ല. വല്ലവരും ഒക്കെ പറയുന്നത് കേട്ടങ്ങ് ജീവിക്കുക. പാസ്റ്റർമാർ പറയുന്നതനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളാണ്. പാസ്റ്റർമാർ പറയുന്നത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണോ, ദൈവഹിതമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അവർ പ്രസ്താവിക്കുന്നതെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്നയാട് കുഴി വീഴാൻ വേറെ ഒരു വഴിയും വേണ്ട. മനസ്സിലായോ? ഇന്ന് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നതേ. ഇനി കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് കണ്ടു. എങ്ങനെ പറയാതിരിക്കുന്നേ? പുള്ളിയുടെ ഹൃദയത്തിൽ നിന്നിങ്ങനെ പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഇന്ന് സ്വത്രാഴ്ച എടുക്കണ്ട. ഓഹോ, നല്ല കാര്യം. അതിലും ബമ്പം പരിപാടി അടുത്ത് പറഞ്ഞു വരുന്ന പുള്ളി. 2000 രൂപ ഉള്ളവർ കയ്യിലെടുക്കുക, 1000 രൂപ ഉള്ളവരെടുക്കുക, കുറഞ്ഞ ഏറ്റവും 500 ഉള്ളവരെടുക്കുക. നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയണം. നിങ്ങൾ പോയാലായി, പോയില്ലേലായി. ഉള്ള കാശൊക്കെ ഇങ്ങോട്ട് എടുക്കുക. പിടിച്ചുപറി, പകൽ വെളിച്ചത്തിൽ പിടിച്ചുപറി, തട്ടിപ്പറി. നമ്മൾ ഐക്യശൂന്യ അത് കിട്ടാൻ കാത്തിരിക്കുക. പുള്ളി അതെടുത്ത് ലോകം മുഴുവൻ അറിയിക്കാനിടയാ. ഞാനും അത് കണ്ടു. ഭയങ്കര ഒരു പ്രസ്താവനയാണ് പുള്ളി പറയുന്നത്. സ്വന്തം പ്രവാചകനെന്ന് അവകാശപ്പെടുക. ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും അവരുടെ ഹൃദയത്തിൽ പിശാച് കൊടുക്കുന്ന ചിന്തകളാണ് അവർ ഷെയർ ചെയ്യുന്നത്, ദൈവം കൊടുക്കുന്നതല്ല. ഈ റോമാലേഖനം 1-ാം അധ്യായത്തിൽ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവരും കാര്യങ്ങളെ മുൻപോട്ട് നീക്കിയപ്പോൾ എന്തു പറ്റി? അവർ വ്യർത്ഥരായി. അവരുടെ ഉപയോഗമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. എവിടെന്നാ പോയത്? റോമർ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ, സെൽഫ് ഇമാജിനേഷൻ, സ്വന്തം താല്പര്യങ്ങളിൽ, സ്വന്തം ആലോചന പ്രകാരം, സ്വന്തം ചിന്താഗതിയിൽ ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തിൻ്റെ ആലോചനയോ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കോ അവർ ചെവി കൊടുക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മുൻപോട്ട് പോയി. തന്നിമിത്തം അവർ ആരായി മാറി? നികിഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു മനുഷ്യനെ. അവരാരൊക്കെയാ?
സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കൊള്ളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവനായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഏകദേശം 21 ഘോരമായ പാപത്തിൻ്റെ അടിമകളായി ആര് തീർന്നു? തങ്ങളുടെ നിരൂപണങ്ങളിൽ മുൻപോട്ട് പോയ ലോകത്തിലെ മനുഷ്യൻ തീർന്നെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പുതിയ നിയമസഭയെ പഠിപ്പിക്കുക. നമ്മളിത് പഠിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്നൊരു ഗുണപാഠം എടുക്കണം. എന്ത് ചെയ്യണം? എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ ആഗ്രഹപ്രകാരം, എൻ്റെ താല്പര്യപ്രകാരം, എൻ്റെ ചിന്താഗതി പ്രകാരം എനിക്ക് പോകാൻ ഇടവരരുത്. എൻ്റെ ഹിതം അത് ദൈവഹിതമായിരിക്കണം. എനിക്കറിയാം, ദൈവഹിതത്തിനനുസരിച്ച് എടുത്തു ചാടാതെ, ദൈവഹിതത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എടുത്തു ചാടിയ അനേകരും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകൾ കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇവിടെ യാക്കോബ് പറഞ്ഞ വിഷയമായിട്ടാണ് ഞാൻ ഇത് ചിന്തിക്കാനിടയായിരുന്ന. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവികിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഹല്ലേലൂയ. എത്ര ശക്തമായ ഒരു പ്രബോധനമാണ്. പത്രോസിന്റെ ഹല്ലേലൂയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കാൻ ഞാനങ്ങ് വായിക്കാം. ഒരു വിഷയം തെളിയിക്കാനാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനായ ശീമോൻ പത്രോസ്, നമ്മുടെയും ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഈ വിലയേറിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം. യൂദരുടെ ലേഖനം 3-ാം വാക്യം, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, അത് ലഭിച്ചവർക്കാണ് എഴുതുന്നത്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ വിലയേറിയ വാഗ്ദത്തങ്ങൾ നമ്മൾക്ക് നൽകിയിരിക്കുക, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് നൽകിയിരിക്കുക. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നു. വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം ഏതാ? പുതിയ ആകാശം, പുതിയ ഭൂമി, 1000 ആണ്ട് വാഴ്ച, രൂപാന്തര ശരീരം, സ്വർഗീയ സന്തോഷം അനുഭവിച്ച് നിത്യതയിൽ കോടാനുകോടി വർഷങ്ങൾ ജീവിക്കുന്ന ആ അവസ്ഥ. അതാണ് നമുക്ക് കിട്ടിയ വാഗ്ദത്തം. അല്ലാതെ ഗൾഫിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വിസ വരുന്നതും കൊച്ചിൻ്റെ കല്യാണം നടക്കും, ഇതൊന്നും അല്ല. ഇന്നത്തെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഇതെല്ലാം കൂടി പ്രവചിച്ചു കൂട്ടി മനുഷ്യനെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് കോട്ടിക്കളഞ്ഞ് കൂട്ടിച്ചേർത്ത് മറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുന്ന അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം എന്നുള്ളത്. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. യേശു ക്രിസ്തുവിന് കിട്ടിയെന്ന രൂപാന്തര ശരീരം, അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. രൂപാന്തര ശരീരം പ്രാപിച്ച്, അല്ലെങ്കിൽ ഉയർപ്പ് പ്രാപിച്ച് സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പദവി 1000 ആണ്ട് വാഴ്ചയിൽ യേശു കർത്താവിനോടൊപ്പം ജാതികളെ ഭരിക്കുവാൻ, ദൂതന്മാരെ ഭരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കി വെക്കുന്നു. അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. വാഗ്ദത്തങ്ങളിൽ ഒന്ന്. 2, മൂന്നാമത്, പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സ്വർഗീയ പിതാവിനോടൊപ്പം കോടാനുകോടി വർഷം അവൻ്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുന്ന അതിശ്രേഷ്ഠകരമായ ഒരു അനുഭവം. അതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. അബ്രാഹാമിന് കൊടുത്ത ഒരു കുഞ്ഞിനെ വാഗ്ദത്തം ചെയ്തു.
അത് 25 വയസ്സിൽ വാഗ്ദത്തം കൊടുത്തു. 100 വയസ്സിൽ ആ വാഗ്ദത്ത നിവൃത്തി താൻ പ്രാപിച്ചെടുത്തു. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും പിന്നെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചെയ്യും. അതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. അത് വിട്ട് ഒരു കാര്യത്തിനും പോകരുത്. ഇവിടുത്തെ വീടും കൂടും കാറും ഒക്കെ നല്ലതാണെങ്കിലും ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പോകേണ്ടതാണ്. ധന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 70 7 80 മാത്രം നീളുമായുസതു നിലച്ചാൽ കഷ്ടത മാത്രം. മൺമയമീയുലകിൽ കാൺമതുമായ പിൻമഹിമധന സുഖങ്ങൾ സകലതും മായ. മായ 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 മായ. സോളമന്റെ പുസ്തകം വായിച്ചു നോക്കിക്കോ, സകലതും മായ. സദസ്യവാക്യങ്ങളുടെ പുസ്തകവും സഭാപ്രസംഗിയും ഒക്കെ വായിച്ചു നോക്കിക്കോ. ഈ ഭൂമി കാണുന്നത് മുഴുവൻ മായ 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 മായ. അമേരിക്കക്കാരന് ആ കാതിന് പോക്കില്ലാതെ കിടന്ന അറബികളും ഒട്ടകത്തിന്റെ പാല് കുടിച്ച് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്ത് കയറി നടന്നവനൊക്കെ ഇപ്പൊ എണ്ണ വിറ്റ് കാശായി കഴിഞ്ഞപ്പോൾ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി വെച്ച് തമ്മിൽ കടിച്ചു കീറി കൊന്നു മുടിക്കാൻ കോലവിളി നടത്തുക. അതിൽ ഇംഗ്ലീഷുകാരും ഒട്ടും പറയില്ല. ആ കാശിന് പോക്കില്ലാതെ കിടന്നവനൊക്കെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ എന്ത് പറ്റി? ഈയിടയ്ക്കൊരു ചിന്തകൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു. ദരിദ്ര രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല ഒരിക്കലും. അവരുടെ തമ്മിൽ യുദ്ധം ചെയ്ത് കൊലവിളി നടത്താനായിട്ട്, അല്ലെങ്കിൽ കൊന്നു മുടിക്കാൻ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു രാജ്യത്തിലും ഒരു ദരിദ്രൻ പോലും കാണത്തില്ലായിരുന്നു. 100% ഞാനത് വിശ്വസിക്കുന്നു. നമ്മൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ.